അപ്പോൾ കാനഡയിൽ തുണി കഴുകാൻ എന്തിനാ ഇങ്ങനെ ഒരു കട എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു പുതിയൊരു കോൺസെപ്റ്റ് തന്നെയാണ്, ഞങ്ങൾക്കൊരു പുതിയ കോൺസെപ്റ്റാണ് ഈ ഒരു ലോണ്ട്രി സിസ്റ്റം. സോ എന്തിനാണ് ഇങ്ങനെ ഒരു ലോണ്ട്രോമാറ്റിൻ്റെ ആവശ്യം? എന്തുകൊണ്ട് വീട്ടിൽ വാഷിംഗ് മെഷീൻ വെക്കാൻ സമ്മതിക്കുന്നില്ല? എല്ലാ വീട്ടിലും അല്ല, റെൻറ്റഡ് ഹൗസിൽ കൂടുതലും അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സിലൊന്നും പഴയ ബിൽഡിങ്സിലൊന്നും എന്തുകൊണ്ട് വാഷിംഗ് മെഷീനും ഡ്രയറൊന്നും വെക്കാൻ സമ്മതിക്കുന്നില്ല എന്നതിനെക്കുറിച്ചുള്ളൊരു വ്ളോഗാണത്. കൂടാതെ എങ്ങനെ ഒരു ലോണ്ട്രോമാറ്റ് യൂസ് ചെയ്യുന്നത് എന്ന് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വഴി ഞങ്ങളിതിൽ പറയുന്നുണ്ട്. കാക്കശ്ശേരി സിനിമാറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ഇതൊരു ലോണ്ട്രോമാറ്റ് വ്ളോഗാണ്. തുണി എങ്ങനെ ഞങ്ങൾ കഴുകാൻ കൊണ്ടുവരുന്നു, അതിന് എത്ര ടൈം എടുക്കും, എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്ളോഗാണത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ കാനഡയിലെ വീടുകളിൽ ഒരുവിധ വീടുകളിലല്ല പഴയ വീടുകളിലൊക്കെ എന്തുകൊണ്ട് വാഷിംഗ് മെഷീനും അല്ലെങ്കിൽ ഡ്രയറൊന്നും വെക്കാത്ത എന്നുള്ളത് ഞങ്ങളൊരു കൊച്ചു റിസർച്ച് നടത്തി. അപ്പോൾ മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒരു വുഡ് ബേസൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിലവർ വെക്കാൻ ബിൽഡിങ്ങിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വെക്കാത്തതാണ്. പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ചെറിയ റൂം സ്പേസ് വരുമ്പോൾ സ്പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ലോണ്ടറി വയ്ക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലോഡ്സ് വന്നിട്ട് എനർജി സേവ് ചെയ്യാൻ, അതായത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ എപ്പോഴും യൂസ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോയിൻ ലോണ്ടറി വയ്ക്കുന്നത്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വീടുകളിൽ വെക്കാത്തത്. ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ വരുന്നുണ്ട്, ഓൾസോ പുതിയ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സിലൊക്കെ ആ യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ചിലരെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ഫ്ലോർ ആയെങ്കിലേ ഇത് വെക്കാൻ സമ്മതിക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ കോമൺ ആയിട്ടൊരു ലോണ്ട്രി ഏരിയ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ പല മെഷീനും വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ചെയ്യാറ്. ഞങ്ങളല്ല, എൻ്റെ ക്യാമറയും പിടിച്ചിരിക്കുന്ന ഈ കെട്ടിയവനാണ് വന്ന് ചെയ്യാറ്. ഇപ്പോൾ വ്ളോഗിലേക്ക് കിടക്കാം. തടി കുറയാനുള്ള രഹസ്യം ചെല്ല്. ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ലോണ്ട്രി ഉണ്ട്, പക്ഷെ അവിടെ കുറേ മെഷീനൊന്നും വർക്കാവാത്ത കാരണം ജെഫിൻ സാർ എല്ലാ വീക്കെൻഡിലും അല്ലെങ്കിൽ എപ്പോഴൊക്കെ സമയം കിട്ടുന്ന വെച്ചാൽ വരുന്ന ലോണ്ട്രിയാണ് ഈ സൺഷൈൻ ലോണ്ട്രി. ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണോ? അല്ല. അപ്പോൾ ഈ കോംപ്ലക്സിലൊരു ഷവർമ കടയുണ്ട്, പിന്നെ ഒരു നെയിൽസിൻ്റെ എന്തൊരു സംഭവമുണ്ട്, പിന്നെ ഹേസ്റ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ബീഫ് വാങ്ങിച്ചപ്പോൾ നല്ലതായിരുന്നു, ദേസി ബൈറ്റ്സ് നിന്ന് ജിലേബി വാങ്ങിച്ച് നല്ലതായിരുന്നില്ല. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആ കടയിൽ എല്ലാം കത്തിയാണ്. പിന്നെ ഒരു വെസ്റ്റേൺ യൂണിയനും ഉണ്ട്. ജെഫും സാമും കൂടി തുണിയുമായിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട്. കാനഡയിൽ വന്ന ശേഷം ജെഫിൻ ലേൺ ചെയ്ത ഒരു സ്കില്ലാണ് തുണി കഴുകൽ എന്ന സ്കില്ല്. നാട്ടില് തുണി ഞാൻ കഴുകാറില്ല, ഖത്തറിലും കഴുകാറില്ല, ലോബി കൊടുക്കാറുള്ളൂ. നീ എവിടെ കഴുകാറുള്ളത്? അപ്പോൾ ഇതെല്ലാം കൂടെ ഇടും. $9 എന്ന് പറഞ്ഞാൽ 9 × 52 ആഴ്ച എത്രയായി? അത് കണക്ക് കൂടി കിട്ടും. അത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു ഇത് വാങ്ങിച്ചൂടെ, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം. ബിൽഡിങ്ങിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് എന്താണെന്ന് എനിക്കറിയില്ല, അത് നീ പറയും. ഇതിപ്പോൾ ഈ ഓപ്പൺ ചെയ്യാം. ഈ സാധനം നമ്മുടെ എത്ര വ്ളോഗിലാണ് വന്നിട്ടുള്ളതെന്നറിയോ? ഈ കമ്പനിക്കാർ നമുക്ക് കാശ് തരണം. പുതിയൊരു അസിസ്റ്റന്റിന് കിട്ടിയിട്ടുണ്ട്, സാമുവൽ ജോസഫ് കാക്കശ്ശേരി. സായിപ്പ് അങ്ങനെ അതിലേക്ക് ഇട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? എല്ലാ തുണിയും അതിലേക്ക് ഫിറ്റ് ആവോ? അപ്പനും മോനും എന്തൊക്കെയോ ചെയ്യണ്ട, അതിൽ നിന്ന് എടുത്തിട്ടിപ്പോൾ വീണ്ടും ഇതിലേക്ക് ഇട്ടു. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ 11 ആണ്, കൂടുതൽ ക്വാണ്ടിറ്റി ഇടാൻ പറ്റും, അത് കാരണം ഇങ്ങോട്ടേക്ക് വരണം. ഇങ്ങനെയാണ് തടി കുറഞ്ഞേ. ചേട്ടാ അമ്മയ്ക്ക് കണ്ട സങ്കടം വിട്ടാ ചേട്ടാ, മോൻ പണിയെടുക്കണ കണ്ടിട്ട്. ഇതിങ്ങനെ അടച്ചു വെക്കുക, ഓക്കെ. എന്നിട്ട് ലോക്ക് ചെയ്യണം അത്. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് കോയിനുകൾ ഇടണം. ഇവിടെ കോയിൻസ് 11 ലൂണിയാണ്. ഇപ്പോൾ നമ്മൾ പ്ലാൻ മാറി, ഇവിടെ ചേഞ്ചുകൾ കിട്ടും. ഓക്കെ, ചേഞ്ചുകൾ നമുക്ക് 2 ലൂണി 1 ലൂണി ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഒരു ലൂണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂണി എന്ന് പറയാം ഇവിടെ $1. $1 1 ലൂണി എന്ന് പറയാം. പിന്നെ ക്വാർട്ടർ, ഇവിടെ ഇത് രണ്ടുമാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ നമ്മൾ ലൂണി എടുക്കാം. ലൂണിയുമായി ജെഫ് വീണ്ടും പോകുന്നുണ്ട്. എന്താ പരിപാടി?
ഇതിലേക്ക് കോയിൻസ് കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ മുന്നായിട്ട് ഹോട്ട് വാം സെലക്ട് ചെയ്ത് വയ്ക്കുക. സാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓണായി. എന്തൊക്കെയോ ശബ്ദം വരുന്നുണ്ട്. 23 minutes അല്ലേ? ഓക്കെ, ബാക്കി സെറ്റിംഗ് ഒന്നും നോക്കണ്ട. ഞങ്ങളുടെ തുണിയോടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജെഫ് ഞങ്ങളിവിടെ വാൾമാർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ജെഫ് തിരിച്ചു വരും. ഇവിടെ തന്നെ നിൽക്കണം എന്നാണ്, പക്ഷേ ഇത് 23 minutes ഉള്ള കാരണം വാൾമാർട്ട് അടുത്തായത് കാരണം കൊണ്ടും ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ജെഫ് തിരിച്ചു വരും. ഇതാണ് ഒരു ലോണ്ട്രോമാറ്റ്. ഇത്രയും സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് എന്താണ്? അടുത്ത പ്രോസസ്സ് ഇത് ഒരു 23 minute കഴിയുമ്പോൾ തീരുമല്ലോ. റിൻസ് ഒക്കെ കഴിഞ്ഞ് അവസാനം ടക്ക് അങ്ങോട്ട് നിൽക്കും. നിന്ന് കഴിയുമ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ഡ്രയറിലേക്ക് ഇടും. ഓക്കെ, അതും ഒരു 20 minute ടൈം എടുക്കും. അതും അരമണിക്കൂർ ടൈം എടുക്കും. അടിപൊളി. അപ്പോൾ ഒരു അര ദിവസം നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അര ദിവസമല്ല, 1 മണിക്കൂറിലാവണല്ലോ. ആ ശരി, ഓക്കെ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഇനി അടുത്ത പരിപാടി എന്താ? ഇത് ഒരു മാച്ച് നമുക്കൊരു മാച്ച് നമുക്ക് ഡ്രയറിലേക്ക് ഇടാം. ഓക്കെ, ഡ്രയറിൽ കിടക്കട്ടെ. ഇനി ഒരു ഡ്രയർ 2 സെക്ഷനായിട്ട് ഇടേണ്ടി വരും മിക്കവാറും. ഇതാണ് ഡ്രയർ. ഇതിലിടുന്നത് ലൂണിയല്ല, ഇതിലിടുന്നത് ക്വാർട്ടറാണ്. അതായത് 25 കാൽ. ഇതിന് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ചൂടനുസരിച്ച് എത്ര നേരം ഉണങ്ങണം. ഞാൻ 30 minute വെച്ച് ഇടാറുണ്ട്. അപ്പോൾ 30 minute ഏകദേശം ഒരു $4 ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഓൺ ചെയ്യും. വാം, മീഡിയം, വാം. ഏതാ വെക്കാറ്? ഞാൻ ഹോട്ട് ഇടും, റെഗുലർ. അപ്പോൾ ഇതാണ് ജെഫിൻ്റെ ഒരാഴ്ചയിൽ ഒരു 2.5 മണിക്കൂർ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പണി അല്ലേ ജെഫേ? ഇതാണ് മൊത്തം സന്തോഷമില്ലാത്തത്, പറയൂ. ഗൾഫിൽ ജീവിച്ച ആൾക്കാർക്കും നാട്ടിൽ ജീവിച്ച ആൾക്കാർക്കും ഇതേപോലത്തെ കുറെ പരിചയമില്ലാത്ത ജോലികൾ ഇവിടെ നിന്ന് ചെയ്യേണ്ടി വരും. അതിലൊരു ജോലിയാണിത്. എല്ലാവർക്കും ഇല്ല, അതുള്ള വാഷിംഗ് മെഷീനുള്ള വീടുകളൊക്കെ ഉണ്ട്. ഇനി ഇത് കണ്ട ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഡ്രയർ ഉണ്ട് എന്ന് പറയണ്ട. ഇല്ലാത്തതും ഉണ്ടാവും. കൂടുതൽ സ്റ്റുഡന്റിനാണ് ഞങ്ങളുടെ സ്വന്തം ആൾക്കാർ. അപ്പൊ സ്റ്റുഡൻസിന്റെ അക്കോമഡേഷനിൽ കൂടുതലും ഉണ്ടാവാറില്ല. നിന്നെ കാണിച്ചൂടാ സംസാരിക്കുമ്പോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും വാഷിംഗ് മെഷീൻ ഇല്ലാത്തൊരവസ്ഥയൊന്നുമില്ല. വാഷിംഗ് മെഷീൻ ഉള്ളവരും ഡ്രയർ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ അക്കോമഡേഷൻ കൂടുതൽ സ്ഥലത്തും ഈ സംഭവമില്ല. ഇതുപോലെ ലോണ്ട്രോമാറ്റിൽ പോയിട്ട് വീക്ക്ലി വൺസ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആകുമ്പോൾ ചിലപ്പോൾ 2 വീക്കിൽ വൺസ് ഒക്കെ പോയിട്ട് വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതൊരു തുണി അലക്കൽ വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കും വരെ. ഇത് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കാക്കശ്ശേരി വ്ളോഗ്. അതിന് മുന്നേ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഒരു ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. കാനഡയിൽ വരാനിരിക്കുന്നവർക്കും വന്നവർക്കും വരാൻ പ്ലാനുള്ളവർക്കും എല്ലാവർക്കും ഉള്ള ഉപകാരമുള്ള ഗ്രൂപ്പാണ്. അക്കോമഡേഷൻ കണ്ടുപിടിക്കാനും ജോലി കണ്ടുപിടിക്കാനും പിന്നെ കോഴ്സിനെ കുറിച്ച് പ്രോഗ്രാമിനെ കുറിച്ച് അറിയാനും ഒക്കെ ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ചോദിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കുറേ പേരുണ്ട്. ഇപ്പോഴും 85% ഓഫ് അവർ ഓഡിയൻസ് ആർ നോൺ സബ്സ്ക്രൈബേഴ്സ്. വൈ ലൈക്ക് ദിസ്? പ്ലീസ്.